ഒന്നെങ്കിൽ നമുക്ക് ആദ്യമേ സ്പീഡ് കൊടുത്ത് കയറി വരായിരുന്നു, നമ്മളത് ചെയ്തില്ല. രണ്ടാമത് മാമിന് അറിയായിരുന്നു ഗിയർ കുറയ്ക്കണമെന്ന്, അതും നമ്മൾ എപ്പോഴാ ചെയ്തേ? അവസാന നിമിഷാ ചെയ്തേ. അവസാന നിമിഷം ചെയ്യുമ്പോ ഏത് ഗിയർ ഇടണം? നമ്മൾ പകരം 2 ഇട്ടത്. സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? മാം ഒന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിയേ. എങ്ങോട്ട് പോകും? പുറകോട്ട് പോവാതെ മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? വേണോ? എന്നിട്ട് ഇതാണ് അറിയാൻ പാലെന്ന് പറഞ്ഞത്. ഹാഫ് ക്ലച്ച് അറിയത്തില്ലല്ലോ മാം? അറിയത്തില്ല അല്ല? ഇല്ല. പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും കള്ളത്തരം പറയരുത് അല്ല? ഹാഫ് ക്ലച്ച് പറയുന്നത് വണ്ടി ഒരടി പുറകോട്ട് ഇറങ്ങിയില്ല മാം എടുത്തപ്പോ. ഇറങ്ങിയാ? ഇല്ല. അതിനൊന്നും നോക്കിയിരിക്കല്ലേ മാം. ഈ ക്ലിയറിന്റെ ജോലി മാത്രമേ ചെയ്യാവുള്ളൂ. കഴിഞ്ഞു. ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. ഹോൺ അടിക്കും. മുഖത്ത് ഭാരമെടുത്താ മാമിന്റെ കയ്യിൽ നിന്ന് വണ്ടി പോകും. കാരണം വേറെ ജോലിയാ ബ്രെയിൻ ചെയ്യുന്നത്. ഇടിക്കോ മുട്ടുവോ തിരിയോ വളയോ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അത് വരാതെ റിലാക്സ് ആയിട്ട് ചെയ്യും. നമുക്ക് വണ്ടി നിർത്താൻ അറിയാം, പിന്നെ എന്തിനാ പേടിക്കുന്നത്? വളരെ കൂളായിട്ട് റിലാക്സ് ആയിട്ട് മൂന്നാമത്തെ ഗിയർ ഇട്ട് തന്നെ എനിക്ക് വണ്ടി അങ്ങോട്ടും പോവാത്ത രീതിയിൽ നേരെ കിട്ടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി 3rd ഗിയർ ആക്ക്. ന്യൂട്രല് 3rd, ക്ലച്ച് വിട്ടുകൊടുക്കുക. 3rd ഗിയർ മാത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് പിടിച്ചോണ്ടിരിക്കരുത്. പിടിച്ചോണ്ടിരുന്നാൽ ഇതുപോലെ എഞ്ചിൻ ഇടിക്കും. മണ്ടന്മാരാ ഒരു ഒറ്റ ഇട്ടി വെച്ചെന്നാണല്ല. ഇത്രയും നല്ലപോലെ ഓടിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ ഓടിപ്പിച്ചിട്ടില്ല. മാനുവൽ ഗിയർ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന ഒരാളെ ഈ വണ്ടി ഓഫാക്കാതെ ഒരു മനുഷ്യൻ വണ്ടി മുന്നോട്ട് എടുത്തിട്ടില്ല. കാരണം ഇതിന്റെ ക്ലച്ച് അത്ര ടൈറ്റ് ആണ്. മാമിന് അറിയാമല്ലോ ഇപ്പൊ ചവിട്ടിയപ്പോ. ഒരു കയറ്റം കയറുവാണ്. എന്ത് ചെയ്യണം? കയറ്റമാണ്. ഒന്നെങ്കിൽ വേഗത കൊടുത്ത് കയറാം, മുന്നിൽ തടസ്സമില്ലെങ്കിൽ. അല്ലെങ്കിൽ ഗിയർ താത്തിയിട്ട് കയറണം. നേരത്തെ ഓഫായി പോയത്. എന്നിട്ട് എന്ത് പറ്റിയായിരുന്നു? സമയം കഴിഞ്ഞു പോയായിരുന്നു കാല് കൊടുത്തപ്പോ. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, നേരത്തെ കാര്യമല്ല. ഇപ്പം ഓഫാകാതിരിക്കാൻ വേണ്ടിയാണ് ആ കയറ്റം കയറി വന്നപ്പോ 3rd ഗിയറിൽ തന്നെ ആക്സിലേറ്റർ കൊടുത്തു പോയെന്ന്. മനസ്സിലായോ? നേരത്തെ മാമിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിയതല്ല, നിങ്ങൾ ഇത്രയും ദൂരം വന്ന് എന്റെ ഇത്രയും പൈസ എല്ലാം മേടിച്ചിട്ട് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന പണി തരാം എന്നുള്ള രീതിയില് വെറുതെ പറഞ്ഞ മോട്ടനെ കയറി സങ്കടം പോലെ പറയുന്നത്. എനിക്കതാണ് വിഷമം കേട്ടോ. നമ്മള് തగ్గടിക്കുന്നില്ല വേണം. എന്ത് ബുദ്ധിമുട്ട് വേണം? ഞങ്ങള് ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പകരം ഞാൻ പറയുന്ന കേട്ടിട്ട് ഉടനെ നിർത്തുക ചെയ്ത്. സ്റ്റാർട്ട് ചെയ്യും. കേട്ടാ, ഇപ്പൊ സ്വയം മനസ്സിലായില്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോ ഫസ്റ്റ് ഗിയർ ഇടും. ഫസ്റ്റ് ഇട്ടു. പോട്ടെ. അപ്പുറത്തേക്ക് നോക്കരുത്. ഇപ്പൊ കാണാമല്ലോ മുൻവശം, അത് മാത്രം നോക്കി തിരിച്ചുകൊണ്ട് വരാനാ ഞാൻ പറഞ്ഞത്. മുന്നിൽ ഒന്നായിട്ടും ചെന്ന് ഇടിക്കാത്ത രീതിയിൽ തിരിഞ്ഞു വരാനാ പറഞ്ഞത്. അവിടുന്ന് വരുന്നവൻ അവന്റെ സൈഡ് നോക്കിയേ പോവുള്ളൂ. മാമിന്റെ സ്ഥലം നോക്കി മാമിന്റെ മോളെ ഇപ്പോഴും അങ്ങോട്ട് നോക്കുന്ന കണ്ടാ? എന്തിനാ അങ്ങോട്ട് നോക്കിയേ? നമ്മുടെ ഫ്രണ്ട് അല്ലേ, നമ്മുടെ സൈഡിൽ കൂടെ അല്ലേ നമ്മുടെ വണ്ടി പോകണ്ടേ? റൈറ്റ്. സ്ലോ ചെയ്തു. ജംഗ്ഷനാണ്. എന്ത് ചെയ്യണം? ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്ത് ചെയ്യണം? പതുക്കെ നോക്കി ക്രോസ് ചെയ്ത്
ഇത് വേണ്ട, നമ്മുടെ സൈഡ് കറക്റ്റ് ചെയ്ത് പോകാം. കിട്ടിയോ? ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തില്ല, പ്രൈവറ്റ് ബസ്സിന് ചിലപ്പോൾ അത്യാവശ്യം കാണും. അയാളെ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കടന്ന് അങ്ങ് ഹോൺ അടിക്കും, നമ്മൾ അങ്ങോട്ട് എടുക്കുക. ഞാൻ എന്തിനാ അവരെ നോക്കിയിരിക്കണ്ടത്? സ്ലോ ചെയ്ത് കൊടുത്താൽ അവര് പോക്കോളും. ഇത്ര സ്ഥലം നമുക്ക് കിടപ്പുണ്ട്, നമുക്ക് ആ മതിലിൽ മുട്ടാത്ത രീതിയിൽ തിരിഞ്ഞാൽ മതി വണ്ടിയുമായിട്ട്. കണ്ടോ, ഇങ്ങനെ വളവ് തിരിക്കാനാ ഞാൻ പറഞ്ഞത്. ചില സമയത്ത് ഞാൻ പേടിച്ചിട്ട് അപ്പുറത്തേക്ക് എത്തി നോക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ നോക്കുമ്പോൾ മാത്രമേ വണ്ടി മുട്ടുള്ളൂ. കാരണം അങ്ങോട്ട് ശ്രദ്ധിക്കും, അങ്ങോട്ട് കൊണ്ട് തിരിച്ചു കയറ്റും. മാമിന്റെ കണ്ണ് എവിടെയാണോ അങ്ങോട്ട് വണ്ടി കൃത്യമായിട്ട് വന്നോളൂ. അടുത്ത് കയറിക്കോളൂ. എന്നാ വളവ് കഴിഞ്ഞിട്ട് പോയി. വേണ്ട, ഇത് കയറരുത്. പാലത്തിൽ എന്ത് പറ്റുമോ നോക്കട്ടെ. പോട്ടെ. എവിടെ പാലം? എവിടെ? ഇതാണോ പാലം? എന്തിനാ പതുക്കെ പോകും? വണ്ടി നീങ്ങുന്നില്ലെങ്കിലാണ് അതെല്ലാം വേണ്ടത്. അല്ലാതെ അത് കാണുമ്പോഴേ കാണാപ്പാടം പഠിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കുകയല്ല വേണ്ടേ. ഇപ്പോഴും സ്പീഡ് എക്സ്ട്രാ ഒന്നും കൊടുക്കരുത്. ഈ വണ്ടി നീങ്ങുന്നില്ല എന്ന് തോന്നിയാൽ മാത്രമാണ് കൂടുതൽ കൊടുക്കേണ്ടത്. കണ്ട, നീങ്ങുന്നില്ലേ? നീങ്ങാൻ ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ മാത്രമേ കൂടുതൽ ആക്സിലേറ്റർ കൊടുത്ത് മേളിലോട്ട് കയറാൻ നോക്കാവുള്ളൂ. ആ വളവില്ല ശ്രദ്ധ, അതിനെ ആലോചിച്ചിരിക്കാതെ വേഗത കുറച്ച് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് പോകും. ധൃതി വേണ്ട, ധൃതി വേണ്ട. കൊല്ലം പറ്റിയാ? നേരെ ആക്കി വാ. ആ വളവിനെ ശ്രദ്ധിക്കുമ്പോഴാണ് മാമിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോകുന്ന വണ്ടിയുടെ. വളവ് ആലോചിച്ചിരിക്കരുത് കേട്ടാ. അപ്പം നിർത്ത്. അപ്പം നിർത്ത്. അതെ, അപ്പൊ നേരെ പോട്ടെ. എന്താണേലും നിർത്തണം. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തണം. ആ വേണം. എങ്ങോട്ട് പോകണമെങ്കിലും നിർത്തണം ജംഗ്ഷനിൽ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ. അപ്പം പിന്നെ എന്ത് ചെയ്യണം? ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് കൊടുക്കും. കാല് തൂക്കാതെ. മതി. ബ്രേക്ക് ലൂസ് ചെയ്താ. അപ്പൊ വണ്ടി നീങ്ങുന്ന കണ്ട. ആവശ്യമുള്ളപ്പോ ബ്രേക്ക് ഒട്ടിക്കോ. ഇനി ക്ലച്ച് വിട്ട് കൊടുത്താ ഓഫായി പോവും. കിട്ടിയ? ആ കാറിന്റെ മുമ്പിലൊന്ന് ഒതുക്കി നിർത്തണേ. ആ കാറ് കഴിഞ്ഞിട്ട് അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഇൻഡിക്കേറ്റർ ഇടുക ആദ്യം. സ്പീഡ് വേണം. അപ്പൊ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് പതുക്കെ സൈഡിൽ കൊണ്ടുപോകാൻ വണ്ടിയെ. തിരിച്ചും തിരിക്കും. തിരിയട്ടെ. എന്തൊക്കെ നിർത്തിക്കുക. ക്ലച്ച് ചവിട്ടിയില്ല. ന്യൂട്രലാക്ക്. ആ വിരല് കൊണ്ടാണ് ഇപ്പൊ ക്ലച്ചിനെ ഇങ്ങനെ നിയന്ത്രിക്കുന്നത്. വിരല് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുവാ? അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫായി പോകുന്നത്. വിരല് ജോയിന്റ് ആകുന്ന ആ ഒരു ഭാഗം കണ്ട, അവിടെ കൊണ്ട് വേണം ക്ലച്ചിനെ നിയന്ത്രിക്കാൻ. ചവിട്ട്. ക്ലച്ച് ചവിട്ടിയാ? സ്റ്റാർട്ട് ചെയ്. ഐസിർമാ വേണ സ്റ്റാർട്ടായി. പതുക്കെ പോട്ടെ. വിരല് കൊണ്ട് നിയന്ത്രിക്കരുത് കേട്ടാ. ഇനി ഓഫ് ആകത്തില്ല ഈ വണ്ടി. നേരെ ആക്കി പോട്ടെ. സെക്കൻഡ് ആക്കി. കാല് ചവിട്ടാൻ നേരത്ത് കാല് കയറ്റി വെച്ച് ചവിട്ടിക്കോണം ക്ലച്ചില്. എന്നിട്ട് വിരല് കൊണ്ടാക്കരുത് കേട്ടാ. ഏത് ജംഗ്ഷൻ വന്നാലും മാം വേഗത കുറച്ച് അവിടെ നിർത്തിയിട്ട് കടന്നു പോയാൽ മതി. ഓടി കടക്കണ്ട കേട്ടാ. ആ വരുന്ന ആളെ അപ്പൊ വേഗത കുറച്ച് കൊടുത്തേക്ക്. ഒഴിഞ്ഞു മാറരുത്, വേഗത കുറയ്ക്കും.
കങ്കാരുവിനെ കണ്ട കങ്കാരു ചിരിയൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് ചിരി വന്നേ പിന്നെന്തുവാ കങ്കാരെന്ന് പറഞ്ഞു. അത് തന്നെ പറഞ്ഞു ചിരിക്കാന്ന് പറഞ്ഞത്. ഫ്രണ്ട് നോക്കുക, മറ്റേ വശം നോക്കാതെ ഇവിടെ തട്ടാതെ വേഗത കുറച്ച് വണ്ടിയെ കൊണ്ടുപോകും. വീണ്ടും കാഴ്ചയുണ്ടെങ്കിൽ ഹോൺ അടിച്ചോണം. എന്നിട്ട് നമ്മുടെ സൈഡേ നോക്കാവുള്ളൂ. നമ്മുടെ സൈഡ് ചേർത്ത് കൊണ്ടുവന്നോണം വണ്ടിയെ. ഇത്ര സമയം എടുത്തു എല്ലായിടത്തും. സ്പീഡ് കൊടുക്കരുത് എന്നിട്ട് കേട്ടാ. ജംഗ്ഷനാണ്, അപ്പൊ എന്ത് ചെയ്യണം? സ്ലോ ചെയ്, പതുക്കെ പതുക്കെ പോട്ടെ. ഹോൺ അടിച്ചു. ക്ലച്ച് 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 എവിടെ നിർത്ത്, ക്ലച്ച് എവിടെ നിർത്ത്. അങ്ങനെ നിർത്ത്. എന്നിട്ട് ആലോചിക്കും എങ്ങോട്ട് പോകണം. ലെഫ്റ്റിലേക്ക് പോട്ടെ. പോട്ടെ, ലെഫ്റ്റ് പോട്ടെ. നിർത്തിയിട്ട് എന്ത് ചെയ്യണം? വേണ്ട, ഫസ്റ്റ് ഗിയർ ഇടണം, ഇൻഡിക്കേറ്റർ ഇട്. പോവാം, പോട്ടെ. അതൊക്കെ തിരിച്ച് കൊണ്ടുപോകാം നമ്മുടെ വഴിയിലേക്ക്. മുഴുവൻ കൂടെ തിരിച്ച് തീർക്കരുത്. മറുവശത്തേക്ക് എത്തി നോക്കരുത്. ഇപ്പൊ നമുക്ക് കാണാം നമ്മുടെ സൈഡ് ഫുള്ള്. നമ്മുടെ സൈഡിൽ തട്ട് കിട്ടാത്ത രീതിയിൽ വണ്ടിയെ കൊണ്ടുപോകും. ഇങ്ങനെ നേരെ ഫ്രണ്ട് നോക്ക്, ഇവിടെ തന്നെ നോക്ക്, അങ്ങോട്ട് എത്തി നോക്കാതെ. എന്തിനാ എൻ്റെ അനുവാദം ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ ഇതിനകത്ത് യാത്ര ചെയ്യാൻ വന്നതാണ്. എൻ്റെ അനുവാദം ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത്രയും നല്ലപോലെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നു. ഇപ്പൊ മാമിന് എങ്ങോട്ടാണ് ഇറങ്ങേണ്ടത്? ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പം വണ്ടി ഇറങ്ങുന്നതനുസരിച്ച് ആ ക്യാം നോക്കി ചെയ്തോളൂല്ലോ. ഇറങ്ങാൻ പേടിയൊന്നുമില്ല, കയറുമ്പോഴല്ലേ ചെറിയൊരു ടെൻഷൻ വരുന്നത്. പോട്ടെ, ഞാൻ ഇനി ഒന്നും പറയത്തില്ല. മാം തന്നെ സ്വയമേ ചെയ്തോണം. ഒരുപാട് ധൃതി വെച്ച് പോലും ഒരു സെക്കൻഡ് ഒന്നും നിൽക്കാവാ. ഇപ്പം നമ്മൾ ഇവിടം വരെ വരുന്ന കുഴപ്പമില്ലാത്ത രീതിയിലാണ് വരുന്നത്. ഇനി വരുന്നത് നമുക്ക് റോഡിലോട്ടാണ് ഇറങ്ങാനായിട്ട് പോകണം. പിന്നെ അത് കൂടാതെ നമ്മൾ കൊടുക്കാതെ ഒരു വേഗത ഇവിടെ വരുന്നുണ്ട്. ആ വേഗതയെ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ്? ബ്രേക്ക് ചെയ്ത് ഓരോ അടി പോവുക. എന്നിട്ട് മാം ഈ ഗേറ്റിൻ്റെ പകുതിയോളം കഴിയുമെന്ന് തോന്നുമ്പോൾ ഹോൺ അടിച്ചോണം, ഒന്ന് അലർട്ട് ആക്കിക്കണം അവിടെ വരുന്നവരെ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? തിരിക്കാൻ നിന്ന് സമാധാനത്തിൽ ഇനി ഇറങ്ങി ഓടും വണ്ടി. ഫുള്ള് തിരിച്ചോ. ഇനി ഏത് മിററായിരിക്കും നോക്കേണ്ടത്? ഏത് മിറർ മാം നോക്കേണ്ടത്? റൈറ്റ് സൈഡ് മിറർ നോക്കിക്കണം. പോട്ടെ, ക്ലച്ച് ചെയ്ത് പെട്ടെന്ന് കാലെടുത്തോണ്ട. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് വേണമെങ്കിൽ പോകാം, കാരണം നമുക്കിവിടെ ഒരു തടസ്സമില്ല. ഫുള്ള് റൈറ്റ് ലോക്ക് ചെയ്താൽ പോകാൻ പറ്റും. വേണമെങ്കിൽ കുറച്ച് പുറകോട്ട് പോയിട്ട് വരാം, അല്ലെങ്കിൽ മുന്നോട്ട് വേണമെങ്കിൽ റൈറ്റ് ലോക്ക് ചെയ്തിട്ട് പോകാം. എങ്ങനെ വരണം? റൈറ്റ് ലോക്ക് ചെയ്തിട്ട് റൈറ്റ് ലോക്ക് ചെയ്യപ്പോൾ ലോക്ക് ചെയ്യും. സ്റ്റിയറിംഗ് ഫുള്ള് ലോക്ക് ചെയ്യും. ലോക്കായ ഇനി എപ്പം വണ്ടിയുടെ ഫ്രണ്ട് ലെവലിൽ കിട്ടുന്നോ അപ്പം വണ്ടി നിർത്തി നേരെ ആക്കിക്കണം. റൈറ്റ് സൈഡ് നോക്കരുത്, വണ്ടിയുടെ ലെഫ്റ്റ് സൈഡേ നോക്കാവുള്ളൂ. ദൂരെ നോക്കുക. അപ്പം അത് കതിർതി വേണ്ട, സമാധാനത്തിൽ നേരെയാക്കി കൊണ്ടുവരും. ഓക്കെ അല്ല? ഇനി നേരെ റിവേഴ്സ് പോട്ടെ. റിവേഴ്സ് പോകുമ്പോൾ മാം ഈ സൈഡ് ചേർന്നേ പോവാള്. ഒന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ടൊന്ന് തിരിച്ചേ. മതി, ഓടിപ്പോല. റൈറ്റിലോട്ട് ഒന്നും കൂടെ തിരി. മതി. ഇവിടെ നോക്കിയത് ഈ മിറർ നോക്കിച്ചാൽ വണ്ടി വന്നു. ഇനി എന്ത് ചെയ്യണം? അത് അത്രയും അങ്ങോട്ട് നേരെയാക്കിയത്. തിരിച്ചത്രയും നേരെയാക്കാം. തിരിച്ചോ. മതി. അവിടെ ഇച്ചിരി കൂടെ പോട്ടെ, ഇച്ചിരി കൂടെ അവിടെ നിർത്തിയേര്. ഒരടിയും കൂടെ ഇറങ്ങിയിട്ട് നേരെയാക്കി പുറന്നോട്ട് പോകണം കേട്ടോ. ഒരടിയും കൂടെ ഇറങ്ങിയിട്ടെ, ഒറ്റ അടിയും കൂടെ ഇറങ്ങട്ടെ. മതി, നിർത്ത്. നേരെയാക്കാം. എന്നിട്ട് സ്റ്റിയറിങ് നേരെയാക്ക്. മതി. ഇനിയിട്ട് തിരിക്കരുത്. നേരെ കുറച്ചും കൂടെ പുറകോട്ട് പോട്ടെ.
പോട്ടെ. പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് ആ കാല് വലിക്കുന്നുണ്ട്, ഓഫായി പോണം. പതുക്കെ പോട്ടെ. പറഞ്ഞതെനിക്ക് എങ്ങനെ ഒന്ന് പറയാവാ? എങ്ങനെയാ പറഞ്ഞിരിക്കുന്ന? ഈ മിറർ ഫില്ലറിന് നേരെ വരുമ്പോൾ ഒരു റൗണ്ട് തിരിക്കുക. എന്നിട്ട് ഏത് ഗിയറിലാണ് നമുക്ക് പോകേണ്ടത്? എന്നിട്ട് മാം ഇപ്പോൾ റിവേഴ്സിലല്ലേ കിടക്കുന്നത്? ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് മതി, ഒരു റൗണ്ട് തിരിഞ്ഞില്ല. ഇനി നേരെ മേലിൽ ടോപ്പിൽ വരുന്നവരാ കേട്ടാ. തിരിച്ച് കയറി വരണേ. ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്തു പോവാ. ചെറുതായിട്ട്, ഒരുപാട് ധൃതി വേണ്ട, സമാധാനത്തിൽ ആക്സിലേറ്റർ കൊടുത്തു പോവാ. മതി, അവിടെ നിർത്ത്. ഇനി വീല് നേരെയാക്ക്. മതി. ഇനി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റുന്ന? ഹാഫ് ക്ലച്ചിൽ ആയി വരും, ഇവിടം വരെ വരും. വരട്ടെ. ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്ത്. ഇപ്പോഴും ഹാഫ് ക്ലച്ചിലാക്കി, ആക്സിലേറ്റർ കൊടുത്തില്ല, അതുകൊണ്ടാണ് വണ്ടി ഓഫായി പോണത്. ഹാഫ് ക്ലച്ചിലാക്കി. ഹാഫ് ക്ലച്ചിലാക്കിയോ? വരട്ടെ. മതി. ബ്രേക്ക്. ധൃതി വേണ്ട, സമാധാനത്തിൽ. ഈ ഒരു ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ക്ലച്ചിൽ ഉരുണ്ടോളും. ആ കയറ്റം കയറി വരാനുള്ള താമസം മാത്രമേ ഉള്ളൂ. അവിടെ വരുമ്പോൾ മാം വേറൊരു ആളാവുക. മുഖത്ത് തന്നെ എക്സ്പ്രഷനിൽ മാറ്റം വരുന്നുണ്ട്, മനസ്സിലായി? ബ്രീത്ത് എടുക്കാതെ സമാധാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് കയറണമെങ്കിൽ എന്താണ്? ക്ലച്ചിൽ നിന്ന് മാത്രം കാല് റിലീസ് ചെയ്താൽ വണ്ടി മുന്നോട്ട് നീങ്ങും. മാമിന് എന്തുമാത്രം പോകണം അത്രയും പോയാൽ മതി. പോട്ടെ. എത്ര അടി പോകണം അത്ര അടി പോവുക. എത്ര അടി പോകാൻ പറ്റും അത്ര അടിയും കൂടെ പോവുക കേട്ടോ. ടെൻഷനൊന്നും വേണ്ട. പെട്ടെന്ന് എടുക്കല്ലേ, പതുക്കെ എടുക്കുക. ക്ലച്ച് മാത്രം ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ പതുക്കെ ഹാഫ് ക്ലച്ചിലാക്കിയിട്ട് ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്ത് വരണം. തിരിയും കൂടെ. മതി. അതുപോരാ. ഇനി മുന്നോട്ട് 2 അടി കൂടെ ഇടാനുള്ള മനസ്സുണ്ടോ? അന്നേ ഇട് 2 അടി.